അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സുഖമാണെന്ന് വിചാരിക്കണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു ത്വലാഖ് കംപ്ലീറ്റ് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊരു സൂറത്ത് കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൂറത്തു തഹരീമാണ്. സൂറത്തു തഹരീം 66-ാം അധ്യായം സൂറത്തു തഹരീമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ആ ഒരു സൂറത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തു തഹരീം. സൂറത്തു തഹരീം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കൽ, ഹറാം എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നാണ് തഹരീം എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിഷിദ്ധമാക്കുക എന്നുള്ളതാണ്, നിഷിദ്ധമാക്കൽ എന്നുള്ളതാണ് തഹരീം എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ സൂറത്ത് മദീനയിൽ അവതരിച്ച മദനി സൂറത്താണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ സൂറത്തിലും 12 വചനങ്ങളായിരുന്നു, ഈ സൂറത്തിലും 12 വചനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 റുക്കോകളാണ്, 2 വിഭാഗമായിട്ടാണ് ഈ സൂറത്തും. 2 വിഷയങ്ങളായിരിക്കും അതിൽ സംസാരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൂറത്ത് അധികം ഇൻട്രോ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹൻ നബിയു, ഹേ നബിയെ, ലിമ തുഹർരിമു, എന്തിനാണ് ഹറാമാക്കുന്നത്, എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്, മാ അഹല്ലല്ലാഹു, അല്ലാഹു ഹലാലാക്കിയതിനെ, അല്ലാഹു അനുവദനീയമാക്കിയതിനെ, ലക നിനക്ക്, തബ്തഗി നീ ഉദ്ദേശിച്ചുകൊണ്ട്, നീ തേടുന്നു, മർദാത പ്രീതി അല്ലെങ്കിൽ തൃപ്തി, അസ്വാജിക് നിന്റെ ഇണകളുടെ, നിന്റെ ഭാര്യമാരുടെ, വല്ലാഹു ഗഫൂറുൻ അല്ലാഹു ആരാണ്, പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയുമാണ്. ഹേ നബിയെ, അല്ലാഹു നിനക്ക് അനുവദനീയമാക്കി തന്നിട്ടുള്ളതിനെ നീ എന്തിന് നിഷിദ്ധമാക്കുന്നു? നീ നിന്റെ ഭാര്യമാരുടെ പ്രീതിയെ തേടുന്നു. അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നുള്ളതാണ്. ഈ ആയത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉപദേശം, ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അസ്ർ നമസ്കാര ശേഷം ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി പോവാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സൈനബ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് സൈനബ റളിയല്ലാഹു അൻഹയുടെ അടുക്കിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തേൻ കുടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ തേൻ കുടിച്ച ആ ഒരു വിവരം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയും ഇത് അറിഞ്ഞു, മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും, ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും രണ്ടുപേരും അടുത്ത കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇതൊരു പ്ലാൻ ഇട്ടു. എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അവിടെ നിന്നും തേൻ, അതായത് സൈനബയുടെ വീട്ടിൽ നിന്നും തേൻ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറയാ, എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയാ എന്ന് രണ്ടുപേരും എന്ത് ചെയ്തു, തീരുമാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, നബിയെ, നിങ്ങളെ ഒരു മഗാരിഫ് എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള ഒരു കറയുടെ ഒരു മണമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഇഷ്ടമില്ലാത്ത ദുർഗന്ധം വരിക എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, മഗാരിഫിൻ്റെ ഒരു മണം വരുന്നുണ്ട് എന്ന്, ഒരു ദുർഗന്ധം വരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് പറഞ്ഞു? ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പക്ഷേ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെന്ത് ചെയ്യരുത്, ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹലാലാക്കിയത്. നബിയെ, നിങ്ങൾക്ക് ഹലാലാക്കിയ ഒരു കാര്യത്തിനെ
താങ്കൾ എന്ത് ചെയ്യരുത്? ഹറാമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ആയത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല, ഇനി ഞാൻ എന്ത് ചെയ്യൂല, അത് ഞാൻ ഒരിക്കലും കുടിക്കൂല എന്ന് ശപഥം ചെയ്തു. ആ തേന് ഞാൻ ഇനി കുടിക്കൂല എന്ന് ശപഥം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, قد فرض الله لكم تحلة أيمانكم والله مولاكم وهو العليم الحكيم. قد فرض الله, അള്ളാഹു നിയമിച്ചിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്, തഹില്ലത ഐമാനിക്കും നിങ്ങളുടെ സത്യങ്ങളുടെ പരിഹാരം, വല്ലാഹു അള്ളാഹു മൗലാക്കും നിങ്ങളുടെ യജമാനനാണ്, നിങ്ങളുടെ രക്ഷാധികാരിയാണ്, നിങ്ങളുടെ സഹായകനാണ്, എല്ലാമാണ്, ഉറ്റ ബന്ധുവാണ്. വഹുവ അവൻ തന്നെ, അൽ അലീമു സർവജ്ഞനാണ്, അൽ ഹക്കീം അഗാധജ്ഞനായ യുക്തിമാനായ അള്ളാഹുവാണ് എന്ന് പറയുകയാണ്. നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹു നിങ്ങളുടെ യജമാനാകുന്നു, അവനത്രേ അഗാധജ്ഞനായ സർവജ്ഞൻ എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. രണ്ടാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഇതാണ്. തഫ്സീർ നോക്കുമ്പോൾ ഇത് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നതാണ് എന്നുള്ളതാണ്. ചെയ്ത സത്യത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഒരു പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ഒരു നിയമം അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ വചനം ചെയ്യുന്നത്. പ്രായശ്ചിത്തം എന്താണെന്ന് സൂറത്തു മാഇദയിലെ 92-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 10 ദരിദ്രന്മാർക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുക, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, സാധിക്കാത്ത പക്ഷം 3 ദിവസം നോമ്പ് പിടിക്കുക. ഇതാണ് സത്യത്തിൽ പ്രായശ്ചിത്തം, കഫാറത്ത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണുള്ളത്? 10 ദരിദ്രന്മാർക്ക്, ദരിദ്രരായ 10 ആളുകൾക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുക, അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, അതല്ലെങ്കിൽ മൂന്നാമത്തെ വിഷയം 3 ദിവസം. ഇത് രണ്ടും കഴിയില്ലെങ്കിൽ, അടിമയെ മോചിപ്പിക്കാൻ കഴിയൂല, അതല്ലെങ്കിൽ 10 ദരിദ്രരായ ആളുകൾക്കും ഭക്ഷണം കൊടുക്കാനോ വസ്ത്രം കൊടുക്കാനോ കഴിയൂല, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷന് കൂടെ ഉണ്ട്. എന്താണ് മൂന്നാമത്തെ ഓപ്ഷന്? 3 ദിവസം നോമ്പ് പിടിക്കുക എന്നുള്ളതാണ്. ഇതാണ് പ്രായശ്ചിത്തം, കഫാറത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിവേദനം ചെയ്തിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, ഒരാൾ ഒരു കാര്യം സത്യം ചെയ്തിട്ട് അതിനേക്കാൾ ഉത്തമം മറ്റൊന്നാണെന്ന് കണ്ടാൽ അവൻ തൻ്റെ സത്യത്തിന് പ്രായശ്ചിത്തം നൽകുകയും ഉത്തമമായത് ഏതോ അത് ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളൊക്കെ ഒരു സത്യം ചെയ്തു, ഞാൻ അതിനൊരിക്കലും ചെയ്യൂല എന്ന് പറഞ്ഞു, പക്ഷേ അതിനേക്കാൾ നല്ല മറ്റൊരു കാര്യം അത് കാണുകയും ചെയ്തു. അങ്ങനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് കഫാറത്ത് കൊടുത്തിട്ട് പ്രായശ്ചിത്തം നൽകിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും മാറണം എന്നുള്ളതാണ്. ആ ഏറ്റവും നല്ല കാര്യം നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലും നല്ല കാര്യത്തിനും തടസ്സമായേക്കുന്നതോ അതല്ലെങ്കിൽ നന്നല്ലാത്ത കാര്യത്തിന് കാരണമായേക്കുന്നതോ ആയ വല്ല ശബ്ദവും ചെയ്തു പോയാൽ അതിന് പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് അതിൽ നിന്നും മടങ്ങേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ശപഥം ചെയ്തു, അത് നല്ല കാര്യം, അതിനേക്കാൾ നല്ലത് വേറെ ഒന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ചീത്തയായ കാര്യത്തിനാണ് നമ്മളെന്ത് ശപഥം ചെയ്തത്, അപ്പം നല്ലതിലേക്ക് നമ്മളെന്തെങ്കിലും തിരിച്ചു വരണം. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശപഥം ചെയ്ത് തിരിച്ചെടുത്ത് കഫാറത്ത് നൽകണം, പ്രായശ്ചിത്തം നൽകണം എന്നുള്ളതാണ്. അതും കൂടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ആയത്ത്, وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَنْ بَعْضٍ فَلَمَّا نَبَّأَهَا بِهِ قَالَتْ مَنْ أَنْبَأَكَ هَذَا
قال نبأني العليم الخبير وإذ أسر രഹസ്യം പറഞ്ഞ സന്ദർഭം അന്നബിയു നബി അല്ലെങ്കിൽ പ്രവാചകൻ ഇലാ ബഅദി ചിലരിലേക്ക് അസ്വാജിഹി തൻ്റെ ഭാര്യമായ ചിലരോട് രഹസ്യം പറഞ്ഞ ഹദീഥ ആ ഒരു വർത്തമാനം ഫലമ്മാ നബ്ബഅത് എന്നിട്ടവള് വിവരം അറിയിച്ചു ബിഹി അതിനെക്കുറിച്ച് അൽഹറഹു അദ്ദേഹത്തെ വെളിവാക്കി വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു അള്ളാഹു എന്ത് ചെയ്തു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു അലൈഹി എന്തിനെ ആ വിഷയത്തെപ്പറ്റി സ്വകാര്യം പറഞ്ഞത് വെളിവായിട്ടുണ്ട് എന്ന് അള്ളാഹു വെളിവാക്കി കൊടുത്തു എന്നുള്ളതാണ്. അറഫ അദ്ദേഹം അറിയിച്ചു ബഅദഹു അതിൽ ചിലത് അഅറദ തിരിഞ്ഞു കളയുകയും ചെയ്തു അൻ ബഅദ് ചിലതിൽ നിന്ന് ഫലമ്മാ നബ്ബഅഹ അങ്ങനെ അദ്ദേഹം അവൾക്ക് വിവരം അറിയിച്ചപ്പോൾ ബിഹി അതിനെപ്പറ്റി ആരാളോട് അതായത് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ഖാലത്ത് അവൾ പറഞ്ഞു മൻ അംബഅക അങ്ങക്ക് ആരാണിത് അറിയിച്ചു തന്നത് ഹാദ ഈ ഒരു വിഷയം ഖാല അദ്ദേഹം പറഞ്ഞു നബ്ബഅനിയ എനിക്ക് അറിയിച്ചു വിവരം അറിയിച്ചു തന്നു ആര് അൽ അലീമുൽ ഖബീർ സൂക്ഷ്മമായി അറിയുന്നവനായ സർവജ്ഞൻ എല്ലാം അറിയുന്നവനായ സൂക്ഷ്മമായി അറിയുന്നവനായ റബ്ബാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്നോട് അറിയിച്ചു തന്നത് നബ്ബഅനിയ വിവരം അറിയിച്ചു തന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വ്യക്തിയോട് പറഞ്ഞു എന്നുള്ളതാണ്. തൻ്റെ ഭാര്യമാരിൽ ചിലരോട് നബി ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം എന്നിട്ട് അവൾ അതിനെക്കുറിച്ച് മറ്റൊരാളുടെ വിവരം അറിയിക്കുകയും അള്ളാഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെപ്പറ്റി വെളിവാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ചില ഭാഗം അദ്ദേഹം അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവൾക്ക് അതിനെക്കുറിച്ച് വിവരമറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇത് ആരാണ് അങ്ങേക്ക് വിവരമറിയിച്ചു തന്നത്? ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എനിക്ക് സൂക്ഷ്മമായി അറിയുന്ന സർവജ്ഞൻ വിവരമറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചത് അതിൽ നിന്നും ഉണ്ടായ ഒരു ദുർഗന്ധം വന്നു എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞ സമയത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിരുന്നു ഈ ഒരു പ്രശ്നം ആരോടും പറയരുത് എന്നുള്ളത്. അതായത് ഇങ്ങനെ ഒരു ഗന്ധമുണ്ടായി എന്നുള്ളത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹഫ്സ റളിയല്ലാഹു അൻഹ നേരെ പോയി അടുത്ത സുഹൃത്തായ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. ഇപ്പോൾ സ്ത്രീകളായ ആളുകൾ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇങ്ങനെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറഞ്ഞു പോകും. അതുപോലെ ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു പോയി എന്നുള്ളതാണ്. ആ ഒരു വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം അറിയുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു വിവരം അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അറിയിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്ത് ഇതാരാണ് നിങ്ങൾക്ക് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിക്കുന്ന മറുപടി എന്താണ്? ഖാല നബ്ബഅനിയൽ അലീമുൽ ഖബീർ എന്നാണ്. സൂക്ഷ്മമായി അറിയുന്നവനായ സർവജ്ഞനാണ് എനിക്ക് വിവരമറിയിച്ചു തന്നത് എന്നുള്ളതാണ്. അതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നാലാമത്തെ ആയത്ത് എന്താണ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير إن تتوبا നിങ്ങൾ രണ്ടാളും പശ്ചാത്തപിക്കുന്ന പക്ഷം ഖേദിച്ച് മടങ്ങിയാൽ ഇലല്ലാഹി അല്ലാഹുവിങ്കലേക്ക് ഫഖദ് സഗത് എന്നാൽ തെറ്റിപ്പോയിട്ടുണ്ട് ഖുലൂബുകുമാ നിങ്ങളുടെ ഹൃദയങ്ങൾ വഇൻ തളാഹറ നിങ്ങൾ രണ്ടാളും പിന്തുണ നൽകിയാലോ അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അല്ലാഹു ഹുവ മൗല അവനത്രേ നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ യജമാനൻ. മൗല എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ്. ജിബിരിയിലും വസാലിഹുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളിൽ നല്ലവരും
വൽ മലായികതു മലക്കുകളും ബഅദ ദാലിക അതിൻ്റെ പുറമെ ലഹീർ പിന്തുണക്കാരാണ്, സഹായം നൽകുന്നവരാണ് എന്നുള്ളതാണ്. അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിക്കുന്ന പക്ഷം അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ ചെരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ പരസ്പരം പിന്തുണ നൽകുകയാണെങ്കിലോ, എന്നാൽ അറിഞ്ഞേക്കുക, അള്ളാഹു അത്രേ അദ്ദേഹത്തിൻ്റെ മൗല, സഹായി. ജിബ്രീലും സത്യവിശ്വാസികളിലെ സദ്വൃത്തരും സഹായികളാകുന്നു. അതിനു പുറമെ മലക്കുകളും പിന്തുണ നൽകുന്നവരാണ്. ഏതെങ്കിലും വിധേനയുള്ള അടുത്ത ബന്ധു എന്നാണ് മൗല എന്ന വാക്കിൻ്റെ സാക്ഷാലർത്ഥം. അടുപ്പത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പല അർത്ഥത്തിലും അത് ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ്. നേരത്തെ യജമാനൻ എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മൗല എന്ന് പറയുന്നത് എന്താണ്? അടുത്ത വ്യക്തികൾക്ക് പറയുന്നതാണ് എന്നുള്ളതാണ്. സൂറത്ത് അഹ്സാബിൻ്റെ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വരിക എന്നുള്ളതാണ്. സൂറത്ത് അഹ്സാബിലെ 5-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായ ആ സംരംഭത്തിൽ, അതായത് ആ ഒരു പദ്ധതിയിൽ പരസ്പരം സഹായിച്ച് 2 പത്നിമാർ ആരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചറിയുവാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തോടുള്ള ബഹുമാന നിമിത്തം കുറേ കാലത്തോളം അതിന് ധൈര്യപ്പെട്ടില്ലെന്നും ഒരു ഹജ്ജ് യാത്രയിൽ നിന്നുള്ള മടക്കത്തിൽ ലഭിച്ച സന്ദർഭം താൻ അതിന് ഉപയോഗപ്പെടുത്തിയെന്നും അത് ഹഫ്സയും ആയിഷയും റളിയല്ലാഹു അൻഹ ആയിരുന്നുവെന്നും ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആയത്ത് പറയുന്നത് എന്താണ്? ഈ 2 ആളുകളും എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി 5-ാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. അസാ റബ്ബുഹു ഇൻ طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. ഓക്കെ. അസാ റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ് ആയേക്കാം. നിങ്ങളെ അദ്ദേഹം ത്വലാഖ് വിവാഹമോചനം ചെയ്തെങ്കിൽ, അയ്യുബ്ദില അദ്ദേഹത്തിന് പകരം നൽകുക, പകരമായേക്കാം, അസ്വാജൻ ഭാര്യമാരെ, ഖൈറം മിൻകുന്ന നിങ്ങളെക്കാൾ ഉത്തമരായ, മുസ്ലിമാത്തിൻ മുസ്ലിം സ്ത്രീകളിൽപ്പെട്ട്, മുഅ്മിനാത്തിൻ സത്യവിശ്വാസിനികളായ, ഖാനിതാത്തിൻ ഭക്തകളായ, താഇബാത്തിൻ പശ്ചാത്തപിക്കുന്നവരായ, ആബിദാത്തിൻ ആരാധന ചെയ്യുന്നവരായ, സായിഹാത്തിൻ വ്രതമനുഷ്ഠിക്കുന്നവരായ, സയ്യിബാത്തിൻ വിധവകളായ, വഅബ്കാറ കന്യകകളായ സ്ത്രീകളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതായത് നബിയുടെ പത്നിമാരെ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ അദ്ദേഹത്തിൻ്റെ റബ്ബ് പകരം നൽകിയേക്കാം. അതായത് മുസ്ലിങ്ങളായ സത്യവിശ്വാസിനികളായ, ഭക്തി കാണിക്കുന്നവരായ, പശ്ചാത്തപിക്കുന്നവരായ, ആരാധനക്കാരികളായ, വ്രതമാചരിക്കുന്നവരായ, വിധവകളും കന്യകകളുമായ സ്ത്രീകളെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയേക്കാം എന്നുള്ളതാണ്. സായിഹാത്ത് എന്ന വാക്കിന് വ്രതമാചരിക്കുന്നവർ അഥവാ നോമ്പുകാർ എന്ന അർത്ഥം കൽപ്പിച്ചത് സ്വഹാബികളും താബിഈകളുമായ പല മഹാന്മാരും ആ അർത്ഥമാണ് അതിന് കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സഞ്ചാരം ചെയ്യുന്നവർ അഥവാ മതസംബന്ധമായ ആവശ്യാർത്ഥം ഹിജ്റ പോകുവാൻ തയ്യാറുള്ളവർ എന്നും
ചിലർ അതിന് കൽപ്പിക്കാറുണ്ട്, അർത്ഥം വെക്കാറുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു അഅലം. നിലവിലുള്ള ഭാര്യമാരെ മുഴുവൻ വിവാഹമോചനം നൽകി വിടേണ്ടി വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കാനില്ലെന്നും അവരെക്കാൾ ഏതു നിലക്കും നല്ലവരായ സ്ത്രീകളെ അവിടത്തേക്ക് അള്ളാഹു പകരം നൽകിയേക്കുമെന്നുമാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മേൽക്കഴിഞ്ഞ വചനങ്ങളിൽ നമുക്ക് പലതും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇതിൽ തഫ്സീറിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഒരു 9ഓളം കാര്യങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാന പദവികൾക്ക് അനുയോജ്യമല്ലാത്ത പല നിസ്സാര കാര്യം പോലും തിരുമേനിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന പക്ഷം അള്ളാഹു അത് തിരുത്തി കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, അള്ളാഹു ഹലാലാക്കിയ അനുവദനീയമാക്കിയ വസ്തുക്കളെ ഉപയോഗിക്കുകയില്ലെന്ന് ആരും ദൃഢനിശ്ചയം ചെയ്തു കൂടാത്തതാണ് എന്നുള്ളതാണ്. അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം അത് ഹലാലായ ഒരു വിഷയമാണ്, ആ ഒരു വിഷയം ഞാനത് ചെയ്യുകയേ ഇല്ല എന്ന് ശപഥം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് അള്ളാഹുവിന് മാത്രമേ ഹറാമാക്കാനുള്ള അനുവാദം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം, നല്ലതല്ലാത്ത വിഷയങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, സത്യം ചെയ്യരുത്. വേറെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾക്ക് പോലും സത്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെ ചെയ്യാനേ പാടില്ല. നേരെ മറിച്ച് നല്ല വിഷയങ്ങൾക്ക്, അത് പൂർണ്ണമായിട്ടും ഉറപ്പുള്ള വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, സത്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സത്യം ചെയ്തു പോയാലോ അതിന് പ്രായശ്ചിത്തം, കഫാറത്ത് നൽകണം എന്നുള്ളതാണ്. അത് നൽകിയിട്ട് അതിൽ നിന്ന് മോചനം തേടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം, സ്ത്രീകൾ എത്ര ഉന്നത പദവിയുള്ള ആളുകളാണെങ്കിലും അവരുടേതായ ചില സ്വഭാവങ്ങൾ അവരിൽ നിന്ന് പ്രകടമാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. അതായത് പോലെ സ്വഭാവം, ഇപ്പോൾ സ്ത്രീകളുടെ സ്വഭാവം എത്ര നല്ല സ്വഭാവമാണ് എങ്കിലും അവരിൽ നിന്നും സ്ത്രീകളുടേതായ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. അതാണ് പ്രവാചകന്റെ പത്നിമാർക്ക് പോലും അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ സ്വഭാവം മോശമായതുകൊണ്ടായിരുന്നില്ല, ആ ഒരു സമയത്ത് തോന്നലുകളെ, ചിന്തകൾ, സ്ത്രീകളുടെ അത്തരത്തിലുള്ള ചിന്തകളായിരുന്നു അതിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. ആറാമത്തെ വിഷയം, ഒരാളോട് ഒരാൾ ഒരു രഹസ്യവിവരം പറഞ്ഞാൽ അതൊരിക്കലും മറ്റൊരാൾ അറിയിക്കാൻ പാടില്ല. അതായത് ഒരിക്കലും ഒരു കാരണവശാലും ഈ പറയരുതേ എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ അതൊരിക്കലും മറ്റൊരാൾ എന്ത് ചെയ്യാൻ അറിയിച്ചു കൊടുക്കാനേ പാടില്ല. ഏഴാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനിയുടെ സ്ഥാന പദവി അള്ളാഹുവിങ്കിൽ ഉന്നതമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എട്ടാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനക്കോ തൃപ്തിക്കോ എതിരായി പ്രവർത്തിക്കുന്നത് ആര് തന്നെയായാലും അള്ളാഹു അത് ഒട്ടും ഇഷ്ടപ്പെടുന്നതല്ല എന്നുള്ളതാണ്. ഒമ്പതാമത്തെ വിഷയം, ഭാര്യമാരുടെയോ മറ്റോ ഇഷ്ടത്തെ മുൻനിർത്തി അതായത് നല്ലതല്ലാത്ത കാര്യങ്ങളിൽ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ പലതും ഇതുവരെ പ്രസ്താവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരുമേനിക്കും അവിടുത്തെ പത്നിമാർക്കും ഇടയിൽ നടന്ന ചില ഗാർഹിക, അതായത് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അടുത്ത വചനത്തിൽ ഗൃഹനായകന്മാർക്ക്, അതായത് വീട് ഭരിക്കുന്ന പുരുഷന്മാർക്ക് തങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലുള്ള ഉത്തരവാദിത്തം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇനി ആറാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ നമ്മൾ ഗൃഹനാഥന്മാർക്കായിരുന്നു, ഇനി ഗൃഹനാഥന്മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപദേശം നൽകുന്നത്. നമ്മളല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല. ആറാമത്തെ ആയത്ത്, يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകളെ, വിശ്വസിച്ചവരെ,
നിങ്ങളെന്ത് ചെയ്യൂ, കാത്തു സൂക്ഷിക്കൂ, കാത്തുകൊള്ളുവീൻ അൻഫുസക്കും, നിങ്ങളുടെ ദേഹത്തെ തന്നെ, നിങ്ങളെ തന്നെ നിങ്ങളെന്ത് ചെയ്യുക, കാത്തു സൂക്ഷിക്കുക. അഹ്ലീക്കും പോരട്ടോ, എന്തുണ്ട്, നിങ്ങളുടെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കുക. എന്തിൽ നിന്നാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? നാറ, ഒരു അഗ്നിയിൽ നിന്ന്, തീയിൽ നിന്ന്. ആ തീയുടെ പ്രത്യേകത എന്താണ്? വഖൂദുഹ, അതിലെ വിറക് എന്ന് പറയുന്നത് അന്നാസ്, മനുഷ്യരാണ്. വൽ ഹിജാറ, കല്ലുമാണ്. അതിലെ തീ എന്ന അഗ്നി എങ്ങനെയാണ് കത്തിക്കുന്നത്? നമ്മളിന്ന് മണ്ണെണ്ണ വെച്ച് കത്തിക്കുന്നത് പോലെ അന്ന് കത്തിക്കപ്പെടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വിറകുമൊക്കെ കത്തിക്കുന്നത് പോലെ അന്ന് കത്തിക്കുന്നത് അന്നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുമാണ്. അലൈഹ, അതിന്മേലുണ്ട്, ആ ഒരു നരകത്തിൻ്റെ തീയുടെ മുകളിൽ ആരുണ്ട്? മലായിക്ക, ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ സ്വഭാവം എന്താണ്? ഗിലാലുൻ, പരുഷ സ്വഭാവമാണ്. ഷിദാദ്, കഠിനരായ സ്വഭാവക്കാരാണ്. ലാ യഅ്സൂനല്ലാഹ്, അള്ളാഹുവിനോട് അവർ അനുസരണക്കേട് ഒരിക്കലും കാട്ടുന്നതല്ല. മാ അമറഹും, അവരോട് കൽപ്പിച്ചതിൽ നിന്ന്. വയഫ്അലൂന, അവർ ചെയ്യുകയും ചെയ്യും. മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നത്. ഹേ വിശ്വസിച്ചവരെ, ഇനി അർത്ഥം നോക്കട്ടോ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒരു അഗ്നിയിൽ നിന്ന്, വമ്പിച്ച അഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുവീൻ. അതിൽ കത്തിക്കപ്പെടുന്നത് വിറകും മനുഷ്യരും കല്ലുമാകുന്നു. അതായത് വിറക് മനുഷ്യരും കല്ലുമാകുന്നു. അതിൻ്റെ മേൽ നോട്ടത്തിനായിട്ട് പരുഷ സ്വഭാവക്കാരും കഠിനന്മാരുമായ മലക്കുകളാണ് ഉണ്ടായിരിക്കുക. അവരോട് കൽപ്പിച്ചതിൽ അവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് ഏതും അവർ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി 7-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറുൽ യൗം ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. യാ അയ്യുഹല്ലദീന കഫറൂ, നേരത്തെ വിളിച്ചത് എന്തായിരുന്നു? ആമനു എന്നായിരുന്നു. ഇപ്പോൾ വിളിക്കുന്നത് എന്താണ്? കഫറു, ഹേ അവിശ്വസിച്ചവരെ. ലാ തഅ്തദിറു, നിങ്ങൾ ഒരിക്കലും ഒഴിവ് കഴിവ് പറയേണ്ട ആവശ്യമില്ല. അൽ യൗം, ഇന്ന്, ഈ ദിവസം. ഇന്നമാ തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നുള്ളൂ. മാ കുൻതും, നിങ്ങൾ ആയിരുന്നതിന്. തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന. അതായത് ഹേ അവിശ്വസിച്ചവരെ, ഇന്ന് നിങ്ങൾ ഒഴിവ് കഴിവ് പറയേണ്ട. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഒരു താക്കീത് വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ടും അവിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ടും അള്ളാഹു പറയുന്നുണ്ട് എന്നുള്ളതാണ്, ഉപദേശം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. സ്വന്തം ശരീരത്തെ നിങ്ങൾ തീയിൽ നിന്നും കാത്തു സൂക്ഷിക്കുക എന്നാണ് വിശ്വസിച്ച ആളുകളോട് പറയുന്നത്. അവിശ്വസിച്ചവരോട് പറയുന്നത്, നിങ്ങൾ ചെയ്തത് എന്താണോ അതിനുള്ളത് മാത്രമേ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുള്ളൂ, അതിൻ്റെ ശിക്ഷ മാത്രമേ നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് നിന്നും മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു ഭാഗം വായിക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ, ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വായിക്കാൻ പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി ഈ ഒരു സമയം സ്വാലിഹായ പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.